മഞ്ചേശ്വരത്തെ വെടിവയ്പ് കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 4 അംഗ കൊട്ടേഷൻ സംഘത്തെ കണ്ടെത്താനുള്ള റെയ്ഡ് വ്യാപകമായി തുടരുകയാണ്. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തി. This news sponsored by Yenappoya Speciality Hospital, Kodiyalbayal, Mangalore. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും വെടിവെപ്പ് നടന്നിരിക്കുന്നത്. മിയാപദവ് മീഞ്ച ഗ്രാമത്തിലെ ബട്ടിപ്പദവിൽ തിങ്കളാഴ്ച ഉച്ചയോടെ നടന്ന സംഭവത്തിൽ 4 അംഗ സംഘത്തിനെതിരെ മഞ്ചേശ്വരം പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ബട്ടിപ്പദവിലെ AS ജനറൽ സ്റ്റോർ ഉടമ ഷുഹൈബ് മൊയ്തീൻ ഷെയ്ഖിനെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ആകാശത്തേക്കും പിന്നീട് ഷുഹൈബിനെ ലക്ഷ്യമിട്ടും വെടിയുതിർത്തുമെന്നുമാണ് FIR-ൽ പറയുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ചാരനിറത്തിലുള്ള ആൾട്ടോ കാറിലാണ് 4 അംഗ സംഘം ബട്ടിപ്പദവിലെ AS ജനറൽ സ്റ്റോറിന് മുന്നിലെത്തിയത്. സംഘത്തിലെ 2-ാം പ്രതി കാറിൽ നിന്ന് ഇറങ്ങി പരാതിക്കാരനായ ഷുഹൈബിനെ മുഖത്തടിക്കുകയും 1-ാം പ്രതി കാറിൽ നിന്ന് ഇറങ്ങിയ ഷുഹൈബിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി മൊഴിയിൽ പറയുന്നു. തുടർന്ന് മാരകായുധമായ തോക്കുപയോഗിച്ച് ആകാശത്തേക്ക് വെടിയുതിർത്തു. പിന്നീട് ഷുഹൈബിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഇദ്ദേഹത്തിന് നേരെയും വെടിയുതിർത്തതായും FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വെടിയുണ്ട ശരീരത്തിൽ കൊള്ളാതെ ഷുഹൈബ് രക്ഷപ്പെട്ടുവെന്നുമാണ് മൊഴി. സംഭവത്തെ തുടർന്ന് പ്രതികൾ സഞ്ചരിച്ച വാഹനവും ആയുധവും കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. മാത്രമല്ല, പ്രതികളെ കണ്ടെത്തി പിടികൂടുന്നതിനായി വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ റെയ്ഡും നടത്തുന്നുണ്ട്. വെടിവെപ്പ് നടന്ന സ്ഥലത്ത് മഞ്ചേശ്വരം പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയതിന് പിന്നാലെ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു. സംഭവസ്ഥലത്തു നിന്നും ലഭിക്കുന്ന തെളിവുകളും സാക്ഷിമൊഴികളും കേസ് അന്വേഷണത്തിൽ നിർണായകമാകും. സംഭവം സംബന്ധിച്ച വിവരം തിങ്കളാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് പോലീസിന് ലഭിച്ചത്. തുടർന്ന് രാത്രി 7:11-ന് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഷുഹൈബും അച്ചമ്പാടി സ്വദേശിയായ ഒരാളും തമ്മിലുണ്ടായിരുന്ന കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചതെന്നുള്ള ചില സൂചനകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.